ഫ്രണ്ട്സ്, ജെഫ്രിയാണ് DJ വ്ളോഗ്സ്. നമ്മളിപ്പോൾ ഉള്ളത് UK-ലാണ്. നമ്മൾ UK-ലെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഗ്ലോസ്റ്റർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നേട്ടോ. അതൊരു ചർച്ചിൻ്റെ ഹോളിലാണ് ആ പരിപാടി നടക്കുന്നത്. മലയാളി അസോസിയേഷൻ്റെ ഒരു പരിപാടിയാണ്. ഓണം സെലിബ്രേഷനാണ് പരിപാടി. അപ്പോൾ ആ പരിപാടിക്ക് വേണ്ടി നമ്മൾ വന്നപ്പോൾ അവിടുത്തെ പള്ളിയുടെ ഹോളിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളെ വീഡിയോ എടുത്തൊന്ന് കാണിക്കണമെന്ന് തോന്നി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും അയച്ചു കൊടുക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്കിവിടെ വന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളാണ്. എൻ്റർടൈൻമെൻ്റ് അല്ല, പക്ഷേ നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഒരു ചെറിയൊരു വീഡിയോ ആണ്, എഡിറ്റ് ചെയ്യാനൊന്നും സമയത്തില്ലാത്ത കാരണം വളരെ പെട്ടെന്ന് എടുത്തിട്ട് ഒരു 2-3 മിനിറ്റുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ പിള്ളേരെയും കൊണ്ടൊന്ന് പാർക്കിലോട്ട് നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചർച്ചിൻ്റെ പാർക്കിൻ്റെ ഗ്രൗണ്ടിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു വലിയൊരു തോട്ടം പോലെ കണ്ടു. അപ്പോൾ ഞങ്ങൾ അതിനകത്തൊന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെയുള്ള കുറേ കാഴ്ചകളുണ്ടായിരുന്നു. അത് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യണത്. പൊട്ടറ്റോ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് പൊട്ടറ്റോ കൃഷി ചെയ്തിട്ട് അതിൻ്റെ കുറേ അവശിഷ്ടങ്ങളൊക്കെ കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ഒരുപാട് പച്ചക്കറികളുണ്ട്. പച്ചക്കറികൾ UK-ൽ കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ ടൈപ്പ് പച്ചക്കറികളും ചീരകളും ഇലച്ചെടികളും ഇവിടെ അവർ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഞാനേ ബീട്രൂട്ട് കൃഷി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ബീട്രൂട്ടാണ് ഈ കാണുന്നത്. പേരെന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കൃഷികളുണ്ട് കേട്ടോ ഇവിടെ. ഫ്രണ്ട്സ്, നമ്മളിവിടെ വന്നിട്ടേ ആപ്പിള് ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഒരു സ്ഥലത്തും ഇപ്പോൾ ട്രാവൽ ചെയ്ത് പോയിട്ട് നമ്മളിത് ആപ്പിൾ ഉണ്ടാക്കണ കണ്ടിട്ടില്ല. അപ്പോൾ ആപ്പിൾ ഉണ്ടാക്കി കിടക്കണമെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഈ കാണുന്നത് ആപ്പിൾ ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ അറ്റത്ത് ഒരു ആപ്പിൾ ഉണ്ടായി കിടക്കുന്നുണ്ട് ഗൈസ്. ഇത് കണ്ടോ, ഗ്രീൻ ആപ്പിൾ ഉണ്ടായി കിടക്കണത്. വാവ്, ഒരു ചെറിയ ആപ്പിൾ തൈയാണ്, അതിനകത്ത് നിറച്ചും ആപ്പിൾ ഉണ്ടായി കിടക്കണം. ക്യാബേജ് നമ്മൾ നാട്ടിലൊക്കെ, എൻ്റെ സിസ്റ്ററൊക്കെ നാട്ടിലെ ഒരു ടെറസിൻ്റെ മുകളിലൊക്കെ ക്യാബേജ് കൃഷിയൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. UK-ൽ വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഗൈസ്. അപ്പോൾ ഈ കാണുന്ന ഏരിയയിൽ മൊത്തം കൃഷികളാണ് കേട്ടോ. ഇത് ഓരോ ആൾക്കാർ ഓരോ ഏരിയകൾ സെലക്ട് ചെയ്തെടുത്തിട്ട് അവരവരുടെ കൃഷികൾ അവർ ചെയ്തേക്കണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാണിക്കണ പിയറാ എവിടെ? വരാട്ടാ. റെഡ് ബെറിയാണത്. അതെ, സ്ട്രോബെറി ഉണ്ടായി കിടക്കുന്നുണ്ട്. ചെറുതാട്ടോ, വലിയ തോട്ടമൊന്നുമല്ല. ഇതാണ് പിയർ. ഗൈസ്, അപ്പില്ലേ പിള്ളേര് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അവന്മാര് പാർക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പാർക്കിൽ കളിക്കണം, സ്കേറ്റ് സ്കൂട്ടർ എടുത്തില്ല, ഫുട്ബോൾ എടുത്തില്ല എന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഗാർഡനിൽ കയറി കണ്ടിട്ട് വരാടാന്ന് പറഞ്ഞ്. പക്ഷെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പില്ലേ അവന്മാര് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഗൈസ്, മത്തങ്ങ ഉണ്ടായി കിടക്കണ്ട. ഇത് മത്തങ്ങ ഉണ്ടായിട്ട് വിട്ട് കിടക്കണേടാ. ഇത് കാരണം കാണിച്ചാൽ മതി. എല്ലാം മനസ്സിൽ കാണിച്ചേ മാറ്റി, എല്ലാം മനസ്സിൽ മാറ്റി. യമണ്ടം മത്തങ്ങ അടിപൊളി. ഇപ്പൊ ഇതേ സൂര്യകാന്തി ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. അതിൻ്റെ ഇപ്പുറത്ത് കരിഞ്ഞ സൂര്യകാന്തി ഉണ്ട്. ഒരു വലിയ മത്തങ്ങ, ഹാലോവിൻ മത്തങ്ങ കണ്ടിട്ടില്ലേ നിങ്ങൾ? അത് തന്നെ. സ്കോഷ് എന്നാണ് ഇതിനെ പറയണത്. അവക്കാഡോ അല്ലേ? അല്ല, ഇതിന്റെ ഉള്ളിൽ ഓറഞ്ച് ഉണ്ടാവും. ഓറഞ്ച് നമ്മള് പിഴുതെടുത്തിട്ട്. അപ്പൊ ഇതേ പീസ് ഉണ്ടായി കിടക്കുന്നത്. പീസ് എന്നല്ല പറഞ്ഞ ഹാപ്പി. പീസ് ഇതാണ് പീസ്. ബീൻസ് വേറൊരു തരം
ഇതിന്റെ തന്നെ ഒരു തരം. അപ്പോൾ ഇതേ ആപ്പിളൊക്കെ ഉണ്ടായിട്ട് ഇതേ താഴെയൊക്കെ വീണൊക്കെ ഉണ്ടാ. എനിക്ക് തോന്നണ ഈ ഏരിയ ആരും യൂസ് ചെയ്യണില്ല എന്ന് തോന്നുന്നു. ഇവിടെ എന്തൊക്കെയോ ഒരു ചെയ്തിട്ട് ടർപ്പോ ഇട്ട് മൂടിയിട്ടേക്കണം കേട്ടോ. മഴ പെയ്യാൻ ഗൈസ്, അപ്പോൾ റെഡ് ആപ്പിൾ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേ ഇവിടെ ഒരു മൂലക്ക് ഒരു സൈഡിലായിട്ട് റെഡ് ആപ്പിൾ ഉണ്ടായിരുന്നു. എല്ലാം താഴെ വീണ് പോയിട്ട് ഗൈസ്. ആപ്പിള് കണ്ടിട്ടില്ല, മണി ആപ്പിള് തിന്നിട്ടില്ല. അപ്പൊ ഫ്രണ്ട്സ്, ഇതെന്ത് ഫ്രൂട്ടാണെന്ന് എനിക്കിതുവരെ കണ്ടിട്ടും മനസ്സിലായിട്ടില്ല, ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇതിന്റെ പേരോ ഇതെന്താണെന്ന് അറിയാവുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്തേക്കണേ വീഡിയോ കാണുമ്പോ. ഇത് ടൊമാറ്റോ തന്നെയാണ്. ഇതെന്ത് സാധനം? അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങൾ അവിടെ തോട്ടങ്ങളൊക്കെ കണ്ട് നടക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു പുള്ളിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് തന്നെ കുറച്ച് കൃഷി പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് പൂട്ടി ഇറങ്ങാൻ സമയമായതുകൊണ്ടും ലേറ്റ് ആയതുകൊണ്ടും പുള്ളി നമ്മളോടൊന്ന് ഇറങ്ങി തരാമോ എന്ന് പറഞ്ഞു. പുള്ളിക്ക് അത് പൂട്ടിയിട്ട് പോകണം എന്ന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ചർച്ചിൻ്റെ ഒരു സ്കേറ്റ് പാർക്കാണ് കേട്ടോ ഇത് കണ്ടോ. ഇവിടെ പിള്ളേർ ഫുൾ ടൈം സ്കേറ്റിങ്ങും പരിപാടികളൊക്കെ ചെയ്യും. പാർക്ക് പ്ലേ ഏരിയ ഇത് നോക്കിയേ, പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർക്കും കൂടി അതിൻ്റെ ഒപ്പം ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ ഇവിടെ സമ്മറൊക്കെ തീർന്നു തുടങ്ങി, ഇലകളൊക്കെ കൊഴിഞ്ഞു തുടങ്ങി, ഇലകളുടെ കളറൊക്കെ മാറി. ഇനി വെറുതെ മരം മാത്രമായിട്ടായിരിക്കും ഇവിടെ കാണുന്നത്. പാർക്കിൽ അത്യാവശ്യം പിള്ളേർക്ക് കളിക്കാനുള്ള പരിപാടികളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ പാർക്കുകൾ ഇപ്പോഴും പണിതും തീർന്നിട്ടില്ല. പണിതൊക്കെ പൊളിച്ചും പൊളിച്ച് പിന്നെയും പണിതുകൊണ്ടിരിക്കുകയാണ്. 5-6 വർഷങ്ങളായിട്ട് റിനോവേഷനൊന്നും തീരാത്ത പാർക്കുകൾ ഇപ്പോഴും ഉണ്ട്. അമ്മയും മക്കളും കൂടി പാർക്കിൽ ഊഞ്ഞാലാടി കളിക്കണം. ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ബെല്ലൈക്കനും കൂടെ ഒന്ന് അടിച്ചിട്ടാൽ നമ്മുടെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.